മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ മുന്നിൽ പിശാച് വലത്ത് ശരീരം, ഇടത്ത് ദേഹേച്ഛ, മോഹങ്ങൾ എന്നിവ കാട്ടി പ്രലോഭിപ്പിക്കുന്നു. പരലോകത്തെ അവഗണിച്ചു തന്നെ സ്വീകരിക്കണമെന്ന് ദുനിയാവ് ആവശ്യപ്പെടുന്നു. പാപം ചെയ്യാൻ ശരീരം പ്രേരിപ്പിക്കുന്നു. സർവശക്തനായ അല്ലാഹു ആകട്ടെ പാപമോചനത്തിനും സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നു. പിശാചിൻ്റെ ക്ഷണം സ്വീകരിച്ചവൻ്റെ മതജീവിതം തകർന്നു. ശരീരത്തിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തവൻ്റെ ആത്മാവ് നഷ്ടമായി. ദേഹേച്ഛയ്ക്ക് വഴങ്ങിയവൻ്റെ ബുദ്ധി താറുമാറായി. ദുനിയാവിന് കീഴ്പ്പെട്ടവൻ്റെ പരലോകം നഷ്ടപ്പെട്ടു. അവയവങ്ങളുടെ ദുരാഗ്രഹങ്ങൾക്ക് വഴങ്ങിയവന് സ്വർഗം നഷ്ടമായി. എന്നാൽ അല്ലാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തവനാകട്ടെ എല്ലാ തിന്മകളും നഷ്ടമായി സകലവിധ നന്മകളും കൈവന്നു. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം ഇവയാണ്: അല്ലാഹു മാപ്പ് തരുമെന്ന പ്രതീക്ഷയിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അനുസരണയില്ലാതെ ദൈവസാമീപ്യം പ്രതീക്ഷിക്കുക, നരകത്തിൻ്റെ വിത്ത് വിതച്ച് സ്വർഗത്തിൻ്റെ വില പ്രതീക്ഷിക്കുക, തെറ്റുകൾ ചെയ്യുകയും അനുസരണശാലികളായ ദൈവദാസന്മാരുടെ സ്വർഗം പ്രതീക്ഷിക്കുകയും ചെയ്യുക, പ്രവർത്തിക്കാതെ പ്രതിഫലത്തിന് കാത്തു നിൽക്കുക, ധിക്കാരിയായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ സാമീപ്യം ആശിക്കുക.